ഇതാണ് ഭൂതങ്ങൾ കെട്ടിയ അണ. തൃക്കാരിയൂർ ക്ഷേത്രത്തെ മുക്കിക്കൊല്ലാൻ ഒരു മൂവന്തിക്ക് ഭൂതങ്ങൾ തീരുമാനിക്കുന്നു. പുഴയിലേക്ക് പാറകൾ ഇളക്കിയിട്ട് വെള്ളപ്പൊക്കമുണ്ടാക്കാനുള്ള പദ്ധതി. അപകടം മണത്ത തൃക്കാരിയൂരപ്പൻ മറുവിദ്യ ഇറക്കി. ഒരു കോഴികൂവൽ. നേരം പുലർന്നു വെളിച്ചം വീഴാൻ തുടങ്ങുന്നുവെന്ന് തെറ്റിദ്ധരിച്ച ഭൂതങ്ങൾ പണി പൂർത്തിയാക്കാതെ മുങ്ങി. അങ്ങനെയുണ്ടായതാണ് ആരോ കൃത്യമായി പണിഞ്ഞൊരുക്കിയ പോലുള്ള ഭൂതത്താൻ കെട്ട്. ഭാവനാത്മകമായ മിത്ത്. പക്ഷേ നേരെന്താണ്? 1341 പ്രളയം, കിഴക്കൻമലയിലെ ഗംഭീര ഉരുൾപൊട്ടൽ. അങ്ങനെയാണ് പിണ്ടിമനയ്ക്കുമേലെ ഈ പ്രകൃതിദത്ത അണക്കെട്ടുണ്ടാവുന്നത്. പിൽക്കാലത്ത് അവിടെ ഒരു പുതിയ ഡാം കൂടി കെട്ടി ആധുനിക ഭൂതത്താന്മാർ. അങ്ങനെ കോതമംഗലം പ്രദേശത്തിന് ഒന്നാംകിട കുടിവെള്ള സംഭരണി കിട്ടി. ഞങ്ങൾക്ക് ആകെ ഉള്ളത് ശുദ്ധവായുവും ശുദ്ധജലവുമാണ് ഈ നാട്ടിലുള്ളത്. അത് രണ്ടും മാത്രമാണ് ഞങ്ങൾക്ക് സ്വന്തമായി കൂടുതലായി ലഭിക്കുന്നത്. അടിസ്ഥാന സൗകര്യമായി റോഡ് എത്തിയിട്ടുണ്ട്, വാഹനങ്ങളും വരുന്നുണ്ട്. മറ്റ് സൗകര്യം പറഞ്ഞല്ലോ, സാമ്പത്തികമായ ഉന്നതികൾ വളരെ കുറവാണ്, ജോലികളില്ല, മറ്റ് തൊഴിലവസരങ്ങൾ വളരെ കുറവാണ്. സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ, ഇവിടെ ടൂറിസത്തിന് ഇഷ്ടമായ ഹോപ്പുള്ള പ്രദേശം, 100 കണക്കിന് ജനങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഭൂതങ്ങളുടെ മിത്തിന് കഥയില്ലാതില്ല. ബുദ്ധ ജൈനമതങ്ങളുടെ കേളീരംഗമായിരുന്ന കേരളത്തിലേക്ക് തമിഴൻ ഇറക്കുമതി ചെയ്ത ശൈവമതം. അതിന്റെ തറക്കല്ലിട്ടത് ഇവിടെയാണ്, തൃക്കാരിയൂർ. സഹ്യമല താണ്ടി പടിഞ്ഞാറോട്ടിറങ്ങാൻ പണ്ടേയുള്ള മലമ്പാതയിലെ ആദ്യ ബിന്ദു. ചേര ചക്രവർത്തിമാർ ഇവിടെ ഒരു കൊട്ടാരം കെട്ടി, വേനൽക്കാല വസതി. എല്ലാം ചേർന്നപ്പോൾ പുതിയ സംസ്കൃതിയുടെ ഊട്ടുപുരയായി. ഭൂതകാല പ്രൗഢികൾ മാഞ്ഞുപോയിട്ടും ആ സംസ്കാരത്തിന്റെ ചിലമ്പൊലി ഇന്നും ഉയരുന്നുണ്ട് തൃക്കാരിയൂരിൽ. കാര്യവിവരമില്ലാത്ത തിരുമണ്ടനെ വിശേഷിപ്പിക്കാൻ ഒരു പഴയ പ്രയോഗമുണ്ട്. ഏതപ്പ കോതമംഗലം. ഒരു കാലത്ത് അത്രയ്ക്കും പ്രസിദ്ധമായിരുന്നു കോതമംഗലം. സമ്പൽ സമൃദ്ധമായ കിഴക്കൻമലയിലേക്കുള്ള പ്രവേശന കവാടം. തട്ടേക്കാട് വഴി പെരിയാറ് കടന്ന് മൂന്നാറിലേക്ക്, പിന്നെ കുരങ്കാണി ചുരം താണ്ടിയാൽ ബോഡിനായ്ക്കനൂർ. തമിഴകത്തെ കേരളത്തോട് കൂട്ടിയിണക്കിയ ഈ മലമ്പാതയിലെ നിർണായക വാണിജ്യ കേന്ദ്രമായി കോതമംഗലം വിലസി. ചേര സാമ്രാജ്യം തൊട്ടേയുള്ള ആ പെരുമ ഇന്നില്ല. എങ്കിലും കോതമംഗലം പഴയ ആഠ്യത്വം കൈവിടുന്നില്ല. പാരമ്പര്യക്കരുത്തുള്ള വാണിഭ കുടുംബങ്ങൾ, ചുറ്റുവട്ടത്തെ പ്രകൃതി കാത്തുപോന്ന ഗ്രാമ്യത, സമനില തെറ്റുന്ന നഗരാവേശങ്ങൾക്കിടയിൽ ഈ പട്ടണം ഒരു വേറിട്ട സംസ്കൃതി തന്നെ. കോതമംഗലം എന്ന് പറയുന്നതാണ് കേരളത്തിലെ മിതശീതോഷ്ണ മേഖലകളിൽ അവശേഷിക്കുന്ന ഒന്ന്. അതിന് ചുറ്റുപാടും ജീവിതം അല്പം സുഖകരമാണ്. ഏറ്റവും സമ്പന്നരും കോതമംഗലത്തും ചുറ്റുപാടുമാണ്. അത് കൃഷിയിൽ നിന്നാണ്. അപ്പോൾ അവശേഷിക്കുന്ന ലാൻഡ് വിനോദ കേന്ദ്രങ്ങൾക്കും ഈ സമശീതോഷ്ണ മേഖലയ്ക്ക് ചുറ്റുമുള്ള വൈൽഡർനെസ്സിലേക്ക്, കുറെ വിശാലമായ ഏരിയയാണ്, അവിടേക്കും വളർത്തിക്കൊണ്ടുപോകാനുള്ള വലിയൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇടമലയാറിലെ ഇടമലക്കുടിയിൽ 2 കോടിയുടെ വികസനം കൊണ്ടുവരുന്നത്. ഇന്ത്യൻ വൻകരയിൽ പറവകൾക്കൊരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടമാണ്. പറഞ്ഞത് സാക്ഷാൽ സലിം അലി. തലകുലുക്കി സമ്മതിച്ചത് തട്ടേക്കാട്ടെ പക്ഷിലക്ഷങ്ങൾ. എങ്കിലും അവർക്കിടയിൽ ഒരു പട്ടയ പ്രശ്നമുണ്ട്. മലമുഴക്കിയും ആനറാഞ്ചിയും പനങ്കൂളനും തർക്കിക്കും, ഇത് ഞങ്ങളുടെയാണ്. പൊടിക്കുരുവിയും പൊട്ടൻചങ്ങാലിയും പാറക്കിളിയും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. പിന്നല്ലേ മഞ്ഞക്കിളിയും കാക്കത്തമ്പുരാട്ടിയും. എല്ലാ കലവിലെയും കട്ടനിടം അവളൊന്ന് നീട്ടിപ്പാടിയാൽ തേക്കുയിൽ. മനുഷ്യപ്പെരുമാറ്റം വലിയ തട്ടുകേടുണ്ടാക്കാതെ ഇത്രകാലം പറവകളായി അവരുടെ പാടായി.
പക്ഷെ പുതിയ ചില കാലൊച്ചകൾ ഉയരുന്നുണ്ട്. കവണയും തെറ്റാലിയുമായി പതുങ്ങിയെത്തുകയാണ് ആർത്തിക്കണ്ണുള്ള ചില ഇരുകാലിക്കഴുകന്മാർ. ഇടമലയാറ് കുറെ നാളായിട്ട് പാലം പണിയുന്നു, തട്ടേക്കാടിന്റെ കേന്ദ്രം മാറ്റുന്നു, ഇടമലയാറ് സന്ദർശകർക്ക് തുറന്നു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വളരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇടമലക്കുടിയിലേക്കും ഇത് കൊണ്ടെത്തിക്കുന്നത്. ചരിത്രത്തിന്റെ വാർമുടിക്കെട്ടുപോലെ മലയാറ്റൂർ.